ഹലോ, നമസ്കാരം. ഞാൻ ശാന്തകുമാരി, കുവൈറ്റാണ്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പറയാൻ വന്നത്, ഇന്നലെ ഞാൻ കബീർ പൊന്നമ്മ അമ്മൻ്റെ അടുത്ത് നിന്ന് കരയുന്ന ആ പെൺകുട്ടിയെ, ഞാനത് കബീർ പൊന്നമ്മ അമ്മൻ്റെ മകളാണ് എന്ന് വിചാരിച്ചാണ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് അവരുടെ അനിയത്തിൻ്റെ മകളാണെന്ന് ഇന്നാണ് ഞാൻ ന്യൂസിൽ കണ്ടത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഒരു അനിയത്തിൻ്റെ മകള് ഇത്രയും കരയണമെങ്കിൽ ആ അമ്മ ഈ ലോകത്തെ എല്ലാവരുടെയും അമ്മ, കബീർ പൊന്നമ്മ അമ്മ. അപ്പോൾ ആ മോളിനെ അവർ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടാവും. എന്നിട്ട് സ്വന്തം പ്രസവിച്ച് വളർത്തി വലുതാക്കി കല്യാണം കഴിച്ച് കൊടുത്ത് ഭർത്താവുമൊത്ത് അമേരിക്കയിൽ ജീവിക്കുന്ന മകള് പറയുന്നത്, അമ്മ എന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മകള് എന്നുള്ളൊരു നിലയ്ക്ക് ആ അമ്മയെ എന്ത് കടമ ആ മകള് ചെയ്തു, എന്ത് മകള് എന്നുള്ള ഒരു കടമ ആ സ്ത്രീ ചെയ്തിട്ടുണ്ടോ? എൻ്റെ ചോദ്യം അതാണ്. അവളും പ്രസവിച്ചിട്ടുണ്ടല്ലോ, ഒരു മോനും ഒരു മോളും ഉണ്ട് എന്നുള്ളത് നമുക്ക് നാളെ ഞാൻ ജീവിച്ചിരിക്കുമെന്നറിയില്ല. എല്ലാം ദൈവം കാണുന്നുണ്ട്. ആ അമ്മയ്ക്ക് ഒരു മകൾ നഷ്ടപ്പെട്ടെങ്കിൽ ഒരുപാട് മക്കളെ അമ്മ സ്നേഹിച്ചിട്ട് ആ മക്കളെല്ലാം അമ്മയായി കണ്ടുന്നവരിനെ, അവരുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്ന മക്കൾ, അനിയത്തിമാർ, ബ്രദർമാർ എല്ലാവരും ഉണ്ട് ഈ ലോകത്തിൽ. അപ്പോൾ അച്ഛനും അമ്മമാർ എന്ന് പറയുന്നത് ഈ സമൂഹത്തിൽ ഇപ്പോൾ നിസ്സാരമായിട്ടാണ് ആൾക്കാർ, മക്കൾ അവരിനെ പുറന്തള്ളിക്കളയുന്നത്. ഇന്നലെ നമ്മുടെ ഗാന്ധി ഭവനിൽ TP മാധവൻ കാണാൻ പോയി. ആൾക്ക് വയ്യാണ്ടായി എന്ന് പറയുന്നു കേട്ടു. ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചതിൻ്റെയും ആ പരിചയത്തിൻ്റെ മുകളിൽ ആ മനുഷ്യന് ഇത്രമാത്രം വിഷമം വരണമെങ്കിൽ ആ അമ്മ എത്ര നല്ല അമ്മയായിരിക്കണം. ഈ ലോകത്തിൽ പണം, കാശ്, സൗന്ദര്യം ഒന്നും ഈ ലോകത്തിൽ നിന്ന് നമ്മളാരും കൊണ്ടുപോകുന്നില്ല. എപ്പോഴും ചില കാര്യങ്ങളിൽ നമ്മൾക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതോ അമ്മയും മക്കളും എന്ന് പറയുന്ന ബന്ധം, ബാക്കിയെല്ലാം വിട്ടേക്ക്. ചിലപ്പോൾ കൂടപ്പിറപ്പുകൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവും, ഇല്ലെങ്കിൽ നാട്ടുകാർ, അയൽവക്കക്കാർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവാം. എന്നാലും അത് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ പറഞ്ഞു തീർക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. സ്വന്തം അമ്മ, മക്കൾ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ അവരോട് മക്കൾ ക്ഷമിക്കാനും മക്കളോട് അമ്മയ്ക്ക് ക്ഷമിക്കാനും പറ്റിയില്ലെങ്കിൽ ആ അമ്മ മക്കൾ എന്ന ബന്ധത്തിന് എന്ത് വില, എന്ത് ഇത് അർത്ഥമുണ്ട്? അത് ആ സ്ത്രീ ഒരു ദിവസം വന്ന് അമ്മയെ നോക്കിയിട്ട് അമേരിക്കയിലേക്ക് തിരിച്ചു പോയി. എന്തായാലും അവരിൻ്റെ അവസ്ഥ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാകും, ഇനി അധിക ദിവസം ഉണ്ടാകില്ല എന്ന്. അത്രയും അറിഞ്ഞിട്ട് പോലും ആ ഒരു സ്ത്രീ അവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അവളിനെ ഒന്നും ഒരു മകളിൻ്റെ സ്ഥാനത്ത് കാണാൻ ഒരിക്കലും കഴിയില്ല ആർക്കും. ഓക്കെ, ബൈ.